തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആർപ്പിന്നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ രാജനെഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ആർപ്പിന്നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ രാജനെഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ബാജി ഫിലിപ്പ് കങ്ങഴ. 2021 ജനുവരി മാസം 1-ാം തീയതി ഞങ്ങളുടെ തൃപ്പാദം ശ്രോതാക്കൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം, പുതുവത്സരാശംസകൾ. We wish you all a blessed and happy new year. നാം ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് 2020 വേഗത്തിൽ കടന്നുപോയത്. അദൃശ്യമായൊരു വൈറസ് മഹാമാരിയായി പ്രത്യക്ഷപ്പെട്ടു. ലോകമാകമാനം പടർന്നു പിടിച്ചു. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ആരുടെയും അനുവാദമില്ലാതെ പ്രവേശിച്ചു. ശരീരങ്ങളെ കീഴ്പ്പെടുത്തി, സന്തോഷം കെടുത്തി, മുഖം മ്ലാനമായി, വേഗത്തിൽ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം മറയ്ക്കപ്പെട്ട മുഖങ്ങൾ, അധരങ്ങൾ. ദാവീദിന്റെ ഒരു സ്വർണഗീതമായ 58-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. നീതിമാന്മാരും ദുഷ്ടന്മാരും, അതേ ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും ഒന്നിച്ച് ജീവിച്ചു പോരുന്ന ഒരു യാത്രയിലാണ് നാം ഓരോരുത്തരും. വായുവും വെളിച്ചവുമെല്ലാം സൗജന്യമായി തന്ന് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒക്കെ പക്ഷാഭേദം കൂടാതെ ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും തന്ന് അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ഭീകരമായ സംഭവങ്ങളാണ് അനുദിനം നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാതെ സ്വന്തം മാതാപിതാക്കളെ പോലും നിർദ്ദയം കൊന്നുകളയുന്ന മക്കൾ, നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പാറമേൽ എറിഞ്ഞു കളഞ്ഞിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ അന്യപുരുഷന്മാരുടെ കൂടെ പോകുവാൻ വെമ്പൽ കൊള്ളുന്ന അമ്മമാർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകനായ ആമോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു. യെസ്, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. പാപം അതിന്റെ അത്യുച്ചകോടിയിലെത്തുമ്പോൾ ദൈവം തന്നെ ന്യായവിധി അയച്ച എത്രയോ ചരിത്ര സത്യങ്ങൾ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞ് സകല ജഡവും ദൈവത്തിന് മുമ്പാകെ വഷളായി എന്ന് കണ്ടപ്പോൾ ജലപ്രളയം എന്ന ന്യായവിധിയിൽ കൂടി ദൈവം ലോകത്തെ കടത്തിവിട്ടു. രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ മനസ്സില്ലാഞ്ഞവർ എല്ലാവരും നിത്യനാശത്തിലേക്ക് പോയി. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർ ശിക്ഷാവിധിയിലേക്ക് മാറ്റപ്പെടുമെന്ന് തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. സോദോം ഗൊമോറ അവരുടെ പാപം അതികഠിനവും ക്രൂരവുമായി എന്ന് കണ്ടപ്പോൾ ആകാശത്തുനിന്ന് ഗന്ധകവും തീയും വർഷിപ്പിച്ച് ഉന്മൂലനാശം വരുത്തി. പ്രിയപ്പെട്ടവരെ, 10 സംവത്സരങ്ങൾ നിറഞ്ഞ ഒരു പതിറ്റാണ്ടിന്റെ ന്യൂ ഡെക്കേഡ് ആദ്യ വർഷത്തിലേക്ക് നാം പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. അത്യുന്നതനും സർവശക്തനുമായ ദൈവത്തിന്റെ ശ്രേഷ്ഠ അധികാരത്തെയും മഹത്വത്തെയും ഒരുപടി കൂടി കടന്ന് മനസ്സിലാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചവൻ, അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, എന്നാൽ അതേ സമയം തന്നെ മരണത്തിന് അധീനമായ ശരീരത്തോടെ വസിക്കുന്ന മനുഷ്യകുലം.
ദൈവത്തിന്റെ കാര്യപരിപാടികളെല്ലാം നിശ്ചയമായിരിക്കുമ്പോൾ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളിൽ ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവനൊരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. 39-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിക്കുന്നു. ഒരു ശ്രദ്ധേയമായ സത്യമാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ താൻ ഇപ്രകാരം പറയുകയാണ്: തിമോത്തി, ധനവാന്മാരോട് നീ പറയണം, 1, ഉന്നത ഭാവം കൂടാതെ ഇരിക്കുക. 2, നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ വെക്കരുത്. അൺസർട്ടൺ റിച്ചസ്. ഭൂമിയിലുള്ള ഒരു സ്വത്തും സമ്പാദ്യവും നിത്യധനം അല്ല, അതിന്റെ മൂല്യം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. എന്നാൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിലാണുള്ളത്. അത് പുഴുവും തുരുമ്പും കെടുക്കാത്തതാണ്, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുവാൻ സാധ്യമല്ലാത്തതാണ്. ഒരു വശത്ത് ന്യായം വിധിക്കുന്ന ദൈവം, എന്നാൽ അതേ സമയത്ത് പ്രതിഫലവും കൊടുക്കുന്നവനാണ്. 58-ാം സങ്കീർത്തനത്തിൽ നമുക്കതാണ് വായിക്കുവാൻ കഴിഞ്ഞത്: നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും കേവലം ലൗകികന്മാരാകാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിന് കൊള്ളാകുന്നവരായി നിൽക്കുവാൻ തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ഭൂമിയിലെ വിശുദ്ധന്മാർ അവർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. അവർക്കുള്ള പ്രതിഫലം, അവരുടെ ഓഹരി അവരുടെ കർത്താവിന്റെ പക്കൽ ഉണ്ട്. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാക്കി പ്രവചനം അവസാനിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ യഹോവ ഭക്തന്മാർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും, അവർ എനിക്കൊരു നിക്ഷേപം ആയിരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ജനമേ, പ്രതിഫലം തരുവാൻ യേശുരാജൻ വരുവാൻ ഇനിയും നാളുകൾ അധികം ഇല്ല. ആധികൾ, വ്യാധികൾ, ആകുലം, വ്യാകുലം എല്ലാം മാറും. കണ്ണീരില്ല നാട്ടിൽ കർത്താവിന്റെ വീട്ടിൽ നാം എത്തിച്ചേരും. അത് നിശ്ചയം, നിശ്ചയം, സുനിശ്ചയം. നിറഞ്ഞ പ്രത്യാശയോടെ വിശ്വാസ ജീവിത യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ 2021 നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.